സൗജന്യ പാചകവാതക കണക്ഷൻ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം കൃഷ്ണപുരം, ഓച്ചിറ, കായംകുളം നഗരസഭ തുടങ്ങിയ മേഖലകളിൽപ്പെട്ട 25ഓളം BPL കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പാചകവാതക കണക്ഷൻ നൽകിയത്. ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ച് നടത്തി. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. BPR ഗ്യാസ് ഏജൻസിയുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം, ഓച്ചിറ, കായംകുളം നഗരസഭയിലെ മേഖലകളിൽപ്പെട്ട 25ഓളം BPL കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഗ്യാസ് കണക്ഷൻ നൽകിയത്. കൃഷ്ണപുരം 10ാം വാർഡ് മെമ്പർ ശരത് കുമാർ പാട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മോദിജി വന്നതിന് ശേഷം എല്ലാ കുടുംബങ്ങളിലും സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ എത്തിക്കുക എന്നുള്ള, അതായത് BPL കുടുംബങ്ങളിൽപ്പെട്ട് ഇതുവരെയും ഗ്യാസ് കണക്ഷൻ എടുക്കാത്ത കുടുംബങ്ങൾക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ ഗ്യാസ് കണക്ഷൻ അവരുടെ ഭവനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ. ഇത് കാലാകാലങ്ങളിലായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുറച്ച് കൂടി എല്ലാ വീടുകളിലേക്കും ഇറങ്ങിച്ചെന്ന് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് ഡേറ്റ ശേഖരിച്ച് നമ്മൾ തന്നെ വാർഡിൽ വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ജീവകാരുണ്യ പ്രവർത്തകൻ ശാന്തി അധ്യക്ഷത വഹിച്ചു. ഗ്യാസ് ഉപയോഗത്തെക്കുറിച്ചും വേണ്ട മുൻകരുതലിനെ പറ്റിയും കരുനാഗപ്പള്ളി ഫയർഫോഴ്സ് ഓഫീസർ ശ്രീകുമാർ ക്ലാസ് നയിച്ചു. ഇതിനകത്ത് ദ്രാവക രൂപത്തിൽ, വെള്ളത്തിന്റെ രൂപത്തിലാണ് ഇതിനകത്ത് ഗ്യാസ് ഉള്ളത്. പക്ഷെ നമ്മൾ കത്തിക്കുമ്പോൾ എന്തുമായിട്ട് വരുന്നത്? വാതകമായിട്ടല്ലേ വരുന്നത്. അതായത് ഗ്യാസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനുമായി സമ്പർക്കം വരുമ്പോഴത്തേക്ക് ദ്രാവക രൂപത്തിൽ നേരെ വാതക രൂപത്തിലോട്ടാകുകയാണ് ചെയ്യുന്നത്. ഈ 14.2 കിലോ ഗ്യാസുള്ള സാധനം 1 യൂണിറ്റ് ഗ്യാസ് ഈ ഗ്യാസ് സിലിണ്ടറിന് വെളിയിലോട്ട് വരുമ്പോൾ അത് 270 മടങ്ങായിട്ട് മാറും. അതായത് 1 കിലോ ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് കോണ്ടാക്ട് എത്ര ആയിട്ട് വരുമ്പോൾ എത്ര ആവും? 270 മടങ്ങായിട്ട് വരും. ഈ 14.2 കിലോ എന്ന് പറഞ്ഞ സാധനം 14.2 × 270. പിന്നെ ഇത് വെള്ളം, ഞാൻ പറഞ്ഞത് ദ്രാവക രൂപത്തിലാന്ന് പറഞ്ഞു. വെള്ളത്തിന്റെ വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ജലത്തിന്റെ വെയിറ്റിന്റെ നേരെ പകുതിയേ ഉള്ളൂ ഗ്യാസിന്റെ വെയിറ്റ് വരുന്നത്. BPR ഗ്യാസ് ഏജൻസി ഉടമ ഡോക്ടർ പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി. ഫയർഫോഴ്സ് ഓഫീസറായ സുധീഷ്, ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.